ഹായ് അലക്സ് ആയിരുന്നു. നമ്മൾ തിരുവല്ല വളഞ്ഞവട്ടത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിച്ചൺ ആൻഡ് ഹോം ഇൻറ്റീരിയർ പ്രൊജക്റ്റാൻ്റെ ഒരു ഓൺഗോയിങ് വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ കിച്ചണിൽ നമ്മൾ ആദ്യമേ ഒരു ടി വി യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടി വി യൂണിറ്റിനകത്ത് താഴെ ഒരു ബോക്സ്, വലതുവശത്ത് ഒരു ഓപ്പൺ ബോക്സ് എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. പിന്നെ അതോടെ അനുബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു പാർട്ടീഷനോടെ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിവിങ് ഏരിയ വന്നിട്ടുള്ള ജിപ്സം സീലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്നൊരു വർക്ക് എന്ന് വെച്ചാൽ അവിടെ വന്നിട്ടുള്ളൊരു പ്രയർ യൂണിറ്റ് ആയിരുന്നു. ആ പ്രയർ യൂണിറ്റ് നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ ഡ്രോയേഴ്സുകൾ, അതുപോലെ തന്നെ സെൻട്രി പാനലുകൾ, അതുപോലെ തന്നെ WPC ലൂവേഴ്സൊക്കെ വെച്ചിട്ട് അത് മനോഹരമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് നടക്കുന്ന സ്റ്റേജിലാണ്. അപ്പോൾ വർക്ക് നടക്കുന്ന സ്റ്റേജാണ് സൈറ്റിലുള്ളത്. പിന്നെ നമ്മൾ അവിടുത്തെ സ്റ്റെയറിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റെയറിനകത്ത് ഫ്രെയിം ഇട്ട് ഷട്ടർ ഇട്ട് അടയ്ക്കുന്ന വർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആ കൂട്ടത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഇതിൽ പെൻഡിങ് ആയിട്ടുള്ളത്. വെൻറ്റിലേഷൻ കട്ടിങ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിനി മെയിനായിട്ട് ഇനി ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ സീലിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ ഒരു ക്രോക്കറി യൂണിറ്റാണ് നമ്മുടെ പ്രധാനമായിട്ട് വന്ന വർക്ക് ഡൈനിങ് ഏരിയയിൽ. ഇതിപ്പോൾ ലിവിങ് ഏരിയ ജിപ്സം കംപ്ലീറ്റ് ചെയ്തേക്കുന്നതാണിത്. നമുക്കാണെങ്കിൽ ഡൈനിങ് ഏരിയ നമ്മളിപ്പോൾ ഒരു ക്രോക്കറി യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ. നമ്മളവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഒരു രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്താണ് ക്രോക്കറി യൂണിറ്റ്. പിന്നെ അവിടെയാണെങ്കിൽ ഒരു വാഷ് ഏരിയ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയിൽ ഇപ്പോൾ ഗ്രാനൈറ്റ് ടൈൽസൊക്കെ ഇടേണ്ടതാണ് അവിടെ. പിന്നെ നമുക്ക് മെയിനായിട്ടൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിനകത്ത് കബോർഡും അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡ് എന്ന് പറയുമ്പോൾ ഒരു 3 വാൾ കബോർഡാണ് അവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റും മിററിൻ്റെ ബാക്ക് സ്റ്റോറേജ് വരുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സിങ് യൂണിറ്റുമാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇനി ഉള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇനി കിച്ചണാണ്. കിച്ചൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഫുൾ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത്. ഇപ്പോൾ വർക്ക് നടക്കുന്ന സ്റ്റേജാണ്. ഇപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴേ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് സൈറ്റ് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അഴുക്കായിട്ടൊക്കെയാണ്, കുറേ പൊടിയൊക്കെ ആയിട്ടാണ് കബോർഡ് ഇരിക്കുന്നത്. അതെല്ലാം ഇനി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുന്നതനുസരിച്ചിട്ട് ഈ ചാനലിനകത്ത് ഫുൾ വീഡിയോ സൈറ്റിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വർക്കിൻ്റെ ആവശ്യത്തിനായാലും എൻക്വയറിക്കായാലും എൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വർക്കിൻ്റെ ഡീറ്റെയിൽസ്, വർക്ക് ചെയ്യുന്ന രീതികൾ, കാര്യങ്ങളെല്ലാം ഞാൻ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.